നമസ്കാരം എല്ലാവർക്കും സെറ്റേറ ടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ കുറച്ച് അപ്ഡേറ്റ്സും അപ്ഗ്രേഡ്സ് ഒക്കെ ചെയ്ത കാര്യത്തെ പറ്റിയിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ബേസിക് ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ PC സെറ്റ് ചെയ്തിട്ടുള്ളത് 50,000 റുപ്പീസിനാണ്. അതായത് 50,000 രൂപയ്ക്ക് നല്ല പെർഫോമൻസ് നൽകുന്ന ഒരു PC തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നുള്ള മെയിൻ ആയിട്ടുള്ള കീ ടേക്ക് അവേസ് എന്ന് പറയുകയാണെങ്കിൽ, ഞാനൊരു ഗ്രാഫിക് ഡിസൈൻ, മോഷൻ ഗ്രാഫിക്സ്, 4K എഡിറ്റിംഗ്, ബ്ലെൻഡറിലുള്ള കുറച്ച് 3D ആർട്ട് വർക്ക്സ്, പിന്നെ എന്താ പറയാ UX ഡിസൈൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മെയിൻ ആയിട്ടും. പിന്നെ കുറച്ച് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ബേസിക്കലി ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ടേക്ക് അവേ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ കമ്പോണൻസ് ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ, അതായത് കുറച്ചുകൂടി ഹൈ പെർഫോമൻസ് നൽകുന്ന ആവശ്യങ്ങൾക്ക് ആയിട്ട് കമ്പാറ്റബിൾ ആയിട്ടുള്ള കമ്പോണൻസ് യൂസ് ചെയ്തിട്ടാണ് എന്റെ PC ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്ന് നിങ്ങൾക്കും ഇതേപോലത്തെ ഉള്ള കുറച്ച് എന്താ പറയുക, കുറച്ചുകൂടെ നല്ല ഒരു PC സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സെയിം കമ്പാറ്റബിലിറ്റി ആണ് വേണ്ടതെങ്കിൽ ഞാൻ ഇന്ന് ചൂസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എന്റെ PCക്ക് ചൂസ് ചെയ്തിട്ടുള്ള കമ്പോണൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ PC ബിൽഡ് ചെയ്ത കമ്പോണൻസിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ യൂസും നിങ്ങളുടെ യൂസൊക്കെ സെയിം ആയിട്ട് വരികയാണെങ്കിൽ ഇതേ PC നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനും ഇതേ കമ്പോണൻസ് വാങ്ങി സെറ്റ് ചെയ്യാനും സാധിക്കും. ഒരു PC സെറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും ജസ്റ്റ് ലൈനസ് ടെക് ടിപ്സോ അങ്ങനെയുള്ള വലിയ വലിയ ചാനലുകളിലൊക്കെ PC ബിൽഡിങ്ങിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കി ഒന്ന് പഠിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്റെ കമ്പോണൻസ് വാങ്ങിയത് ചെന്നൈയിലെ ഒയാസിസ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ നിന്നാണ്. അപ്പോൾ ഓൺലൈൻ പ്രൈസുമായിട്ട് കുറച്ചുകൂടി ഡിഫറൻസ് കാണും. അപ്പോൾ ബേസിക്കലി ഓൺലൈനിൽ നിങ്ങൾ ചിലപ്പോൾ പ്രൈസ് നോക്കുമ്പോൾ ചെറിയ ഡിഫറൻസ് ഒക്കെ കാണാം, എങ്കിലും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവാതെ തന്നെയില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ യു വാച്ചിങ് സെറ്റേറ ടെക് മലയാളം. ദിസ് ഇസ് മീ സിറിൽ സിറിയക്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഗൈസ്, ആദ്യമായിട്ട് നമ്മൾ കമ്പോണൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എടുത്തു പറയേണ്ടത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സറാണ്. നമ്മൾ Ryzen 5 പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. Ryzen 5 3500X ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 6 കോഴ്സും 6 ത്രെഡ്സും തരുന്ന 3.0 GHz സ്പീഡുള്ള ഒരു കിടിലൻ പ്രോസസ്സർ തന്നെയാണ്. കാരണം 4K എഡിറ്റിങ്ങിനും അത്യാവശ്യം ഗെയിമിങ്ങിനും എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ് Ryzen 5 3500X. അടുത്തതായിട്ട് നമ്മൾ മദർ ബോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗിഗാബൈറ്റിൻ്റെ B450M സീരീസിൽ വരുന്ന DS3H എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മദർ ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അത് പോർട്ട് കുറഞ്ഞ മദർ ബോർഡും ഉണ്ട് ഈ ഒരു സെയിം സീരീസിൽ. പക്ഷേ നമുക്ക് കൂടുതലായിട്ടുള്ള മൾട്ടി ഡിസ്പ്ലേ പോർട്ട്സും കാര്യങ്ങളൊക്കെ വേണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മദർ ബോർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു മദർ ബോർഡിലുണ്ടാവും. 2-3 എന്താ പറയുക USB 3.0 പോർട്ട്, അതേപോലെ തന്നെ 2 ഡിസ്പ്ലേ പോർട്ട്, ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു മദർ ബോർഡിൽ ഇൻക്ലൂഡ് ആണ്. അടുത്തതായിട്ടാണ് നമ്മുടെ ബീസ്റ്റ് വരുന്നത്. നമ്മൾ ബീസ്റ്റായിട്ട് ഇവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിഗാബൈറ്റിൻ്റെ തന്നെ GeForce GTX 1650 സൂപ്പറാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്രാഫിക്സ് കാർഡായിട്ട്. ഇത് ഏകദേശം ഒരു 4 GB വരുന്ന ഗ്രാഫിക്സ് കാർഡാണ്. ഇതിന് ഏകദേശം 15,000 ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ അത് 26 ആണ്, പക്ഷേ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ അതോ 15,000 അതോ 17,000 ഒറ്റേ ആയിട്ടുള്ളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ റാം സ്റ്റിക്സ് ആണ്. നമ്മൾ 8 GBയുടെ 2 സ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബേസിക്കലി ഇപ്പോൾ 2020 മിനിമം 16 GB റാം നിർബന്ധമാണ് ഒരു PCക്ക്. കാരണം 4K എഡിറ്റിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെയായാലും നമുക്ക് റാൻഡം ആക്സസ് മെമ്മറി കുറച്ചുകൂടെ കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ 2 സ്റ്റിക്ക് വെഞ്ചൻസിൻ്റെ തന്നെ 8 GB റാം എടുത്തിരിക്കുന്നത്. അടുത്തത് പവർ സപ്ലൈയുടെ കാര്യം നോക്കുകയാണെങ്കിൽ P450B എന്ന് പറഞ്ഞിട്ടുള്ള ഗിഗാബൈറ്റിൻ്റെ തന്നെ ഉള്ള ഒരു ബ്രോൺസ് റേറ്റഡ് ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ ആണ് എടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം കോപ്പർ റേറ്റഡ് ആണ്. ഇത് കുറച്ചുകൂടെ കൂടിയതാണ്, ഒരു 200 രൂപ വ്യത്യാസത്തിലാണ് എടുത്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ എന്താ പറയുക കമ്പോണൻസും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ സ്പെസിഫിക്കലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു മണ്ടത്തരം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPUവിന്റെ ക്യാബിനറ്റ് ചൂസ് ചെയ്ത സമയത്താണ്. ഞാൻ ചൂസ് ചെയ്ത ക്യാബിനറ്റ് NX200 എന്ന് പറഞ്ഞിട്ടുള്ള ആൻടെക്കിന്റെ ഒരു ക്യാബിനറ്റ് ആണ്. പക്ഷേ അതിന് ഏകദേശം 2,900 രൂപയോ 2,500 രൂപയോ എടുത്തിട്ട് വന്നു. പക്ഷെ അതിലും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ക്യാബിനറ്റിന് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ള ഒരാളാണെങ്കിൽ ആമസോണിൽ നിന്ന് ഇതിലും കുറഞ്ഞ പ്രൈസിൽ നല്ല RGB കേസസ് അല്ലെങ്കിൽ ക്യാബിനറ്റ്സ് വാങ്ങാവുന്നതാണ്. അത് മാത്രമാണ് എനിക്ക് പറ്റിയൊരു മണ്ടത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഈ ഒരു PCയിൽ ഞാൻ അത്യാവശ്യം എന്താ പറയുക തെർമൽ ത്രോട്ടിലിംഗ് വരുന്ന അഡോബ് ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, ആഫ്റ്റർ എഫക്ട്സ്, ഇൻഡിസൈൻ, ഇത് 4 ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്ത് നോക്കിയതാണ് ഒരുമിച്ച് തന്നെ. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു പ്രശ്നവും അതിൻ്റെ അകത്ത് ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. ഒരു തെർമൽ ത്രോട്ടിലിംഗോ അതേപോലത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. ഞാൻ മെയിനായിട്ട് കളിക്കുന്നത് കൗണ്ടർ സ്ട്രൈക്ക് ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമാണ്. അതിനും ഇതേവരെ അൾട്രയിലിട്ട് കളിച്ചിട്ടും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തൊക്കെയായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ watching. See you in next video. This is me, Cyril Siriak, signing off.